വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് അവർ പറയുന്നത് അടുത്ത വർഷവും ഒരു അധികാരത്തിൽ വരും. അങ്ങനെ അതൊരു പരസ്യതന്ത്രമാണ്. ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലല്ലേ അവർക്ക് ആളുകളെ ആകർഷിക്കാൻ കഴിയുള്ളൂ. അത് അവരുടെ ഏജൻസി പറഞ്ഞു കൊടുത്തിരിക്കുന്നതാണ്, അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം എല്ലാവരും. അതുകൊണ്ട് ജനം ഇനി അതെടുക്കില്ല, ആ ഉൽപ്പന്നം ഇനി വിൽക്കില്ല. കാരണം അത് ഫേക്കാണെന്ന് ആളുകൾക്ക് ബോധ്യമായി. ഈ പറഞ്ഞതെല്ലാം അതിൻ്റെ കൂടി അഴിമതി മറ്റു കാര്യങ്ങൾ, ശബരിമല, സ്വർണ്ണക്കൊള്ള, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല, ഇവർ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ അതിലെ സത്യം ജനങ്ങളിലേക്ക് എത്തും. അപ്പോൾ ആളുകൾ ദുരിതം അനുഭവിക്കുകയാണെന്നേ. വെള്ളക്കരം കൂട്ടി, കറണ്ട് ചാർജ് കൂട്ടി, പിന്നെ വീട്ടുകാരൻ കൂട്ടി, കെട്ടിട നികുതി കൂട്ടി, പിന്നെ പെർമിറ്റ് ഫീസ് കൂട്ടി, രജിസ്ട്രേഷൻ ഫീസ് കൂട്ടി. ഇതെല്ലാം ഒരു സാധാരണ ശരാശരി മനുഷ്യൻ വിലക്കയറ്റ സൂചികയിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്താണ്. തൊഴിലില്ലായ്മയിൽ, അതായത് അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മയിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്താണ്. അപ്പം ഇതെല്ലാം ഞാൻ എൻ്റെ വീട്ടിലൊരു PSC പരീക്ഷ എഴുതിയ ഒരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വരുത്തി കണ്ടിട്ട് വല്ല കാര്യമുണ്ടോ? ജോലി കിട്ടിയിട്ടില്ലല്ലോ.